ചക്രവാണി ക്ലാസ്സസ് 2.0യിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു സീരീസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ എടുക്കുന്നത് മെയ് മാസം നടന്ന ഒരു ചോദ്യപേപ്പറാണ്. ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിൻ്റെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമുക്കൊന്ന് പരിഗണിക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം, അതായത് സന്തോഷ സൂചിക, ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഏതാണ്? ലോകത്തെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഫിൻലാൻഡാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യമെന്ന് നമുക്കറിയാം. ഇനി ഫിൻലാൻഡിൻ്റെ തലസ്ഥാനം ഏതാണ്? ഫിൻലാൻഡിൻ്റെ തലസ്ഥാനം ഹെൽസിങ്കിയാണ് ഫിൻലാൻഡിൻ്റെ തലസ്ഥാനം. അപ്പോൾ ലോക സന്തോഷ സൂചിക, വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ്, ഇതിനകത്ത് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ 126 ആണ്. ഇന്ത്യയുടെ സ്ഥാനം 126 ആണ്. ആകെ എത്ര രാജ്യങ്ങൾ പങ്കെടുത്തതിൽ? 143 രാജ്യങ്ങൾ പങ്കെടുത്തതിൽ 126ാം സ്ഥാനത്താണ് ഇന്ത്യ എത്തിയത്. ഒന്നാം സ്ഥാനം കിട്ടിയത് ഫിൻലാൻഡിനാണ്. ഇനി ഈ ഫിൻലാൻഡിന് ഒന്നാം സ്ഥാനം കിട്ടിയ മറ്റൊരു സൂചിക കൂടെ സുസ്ഥിര വികസന സൂചിക. അതിനെ നമ്മൾ പൊതുവെ എഴുതുന്നത് SDG എന്നാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൂചിക. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഒരു സുസ്ഥിര വികസന സൂചിക ഉണ്ട്. നമുക്കറിയാം 2030 ആവുമ്പോഴേക്കും ലോകരാജ്യങ്ങൾ അത് നടപ്പിലാക്കണമെന്നാണ് UN പറയുന്നത്. അതിനുള്ളതാണ് സുസ്ഥിര വികസന സൂചിക. അതിനു വേണ്ടിയിട്ട് 17 ഗോളുകളും അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എത്ര തീം അല്ലെങ്കിൽ എത്ര ഗോളുകളാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ 17 എണ്ണമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഓരോ രാജ്യങ്ങളെയും സുസ്ഥിരം, എങ്ങനെ അവർ വികസനം വന്നു, അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിതം എങ്ങനെയാണ്, ആ വക കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ സുസ്ഥിര വികസന സൂചികയിൽ ഒന്നാം സ്ഥാനം നിൽക്കുന്നതും ഫിൻലാൻഡാണ്. അതേപോലെ സന്തോഷ സൂചികയിൽ ഒന്നാമത് നിൽക്കുന്നതും ഫിൻലാൻഡാണ്. ഇനി സുസ്ഥിര വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ 109 ആണ്. 166 രാജ്യങ്ങളുള്ളതിൽ 109ാം സ്ഥാനത്താണ് ഇന്ത്യയുടെ സ്ഥാനം 109. ഇനി അതേസമയം പരിസ്ഥിതി സൂചിക, പരിസ്ഥിതി പ്രകടന സൂചിക, അങ്ങനൊരു സൂചികയുണ്ട്. അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ എസ്റ്റോണിയയാണ്. എസ്റ്റോണിയ എന്ന രാജ്യമാണ് ഒന്നാമത് നിൽക്കുന്നത്. ഇതെന്ന് പറയുന്ന ഒരു യൂറോപ്യൻ രാജ്യമാണ് എസ്റ്റോണിയ. ഈ രാജ്യമാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുക. ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 176 ആണ്. ആകെ പങ്കെടുത്ത രാജ്യങ്ങൾ 180 ആണ്. 180 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 176 ആണ്. പരിസ്ഥിതി പ്രകടന സൂചിക, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടതാണ് 176ാം സ്ഥാനത്ത് ഇന്ത്യ എത്തിയത്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടത് 176ാം സ്ഥാനത്താണ്. ആകെ 180 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. അതിൽ 176ാം സ്ഥാനത്താണ് ഇന്ത്യ. ഒന്നാം സ്ഥാനം ലഭിച്ചത് എസ്റ്റോണിയ എന്നതാണ്. അടുത്തൊരു ഇൻഡെക്സ് ആണ് ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്. ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ട ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്. ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ 129 ആണ്. 129ാം സ്ഥാനത്താണ് ഇന്ത്യ. ആകെ പങ്കെടുത്ത രാജ്യങ്ങൾ ചോദിച്ചാൽ 146 ആണ്. 146 രാജ്യങ്ങൾ പങ്കെടുത്തതിൽ 129ാം സ്ഥാനത്ത് ഇന്ത്യ. ഒന്നാം സ്ഥാനം കിട്ടിയത് ഐസ്ലാൻഡിനാണ് ഒന്നാം സ്ഥാനം ലഭിച്ചത്. ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം 129 ആണെന്നുകൂടി ഒന്ന് മനസ്സിലാക്കുക. അടുത്തുള്ളത് വിശപ്പ് സൂചിക, ലോക വിശപ്പ് സൂചിക, ഹങ്കർ ഇൻഡെക്സ്. അതിൽ ഒന്നാം സ്ഥാനത്ത് കിട്ടിയ രാജ്യം എന്ന് പറഞ്ഞാൽ ബെലാറസ് ആണ്. ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യം ചോദിച്ചാൽ ബെലാറസ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 105 ആണ്. 105ാം സ്ഥാനമാണ്. ആകെ പങ്കെടുത്ത രാജ്യങ്ങൾ ചോദിച്ചാൽ 127. ആകെ 127 രാജ്യങ്ങൾ പങ്കെടുത്തതിൽ 105ാം സ്ഥാനത്താണ് ഇന്ത്യ. ഹങ്കർ ഇൻഡെക്സ്, വിശപ്പ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 105 ആണ്. ഈ ഒരു സൂചിക കൂടിയാണ് നമ്മൾ പ്രധാനമായിട്ട് പഠിക്കേണ്ടത്. മാനവ വികസന സൂചിക. അതിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 109 ആണ്. 109ാം സ്ഥാനത്താണ് ഇന്ത്യ. മാനവ വികസന സൂചിക 109ാം സ്ഥാനത്താണ്. ആകെ പങ്കെടുത്ത രാജ്യങ്ങൾ 193. ഇതിൽ ഒന്നാം സ്ഥാനം കിട്ടിയത് ചോദിച്ചാൽ സ്വിറ്റ്സർലാൻഡാണ്. നമുക്കറിയാം സ്വിറ്റ്സർലൻഡിലാണ് ലൂസെയ്ൻ. ആ ലൂസെയിനിലാണ് നമുക്കറിയാമല്ലോ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ആസ്ഥാനം ചോദിച്ചാൽ ലൂസെയിൻ ആണ്. അത് സ്വിറ്റ്സർലാൻഡിലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ സ്വിറ്റ്സർലാൻഡിന്റെ തലസ്ഥാനമാണ് ബേൺ, അത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇൻഡെക്സുകളാണ്.
ഈ ഇടയ്ക്ക് 2024 പ്രഖ്യാപിച്ച ചില ഇൻഡെക്സുകളും അതിൽ ഇന്ത്യയുടെ റാങ്കും ഒന്നാമതെത്തിയ രാജ്യങ്ങളെയാണ് നമ്മൾ കണ്ടത്. ആദ്യമായിട്ട് നമ്മൾ കണ്ടത് ഹാപ്പിനെസ് ഇൻഡെക്സ്, സന്തോഷ സൂചിക. സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് 126 ആകെ പങ്കെടുത്ത രാജ്യങ്ങൾ 143. ഒന്നാം സ്ഥാനത്ത് എത്തിയത് ചോദിച്ചാൽ ഫിൻലാൻഡ് ആണ്, തലസ്ഥാനം ഹെൽസിങ്കി. അടുത്ത രണ്ടാമത് സുസ്ഥിര വികസന സൂചിക SDG. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ 17 ഗോളുകളാണ് എല്ലാ രാജ്യങ്ങളും നടപ്പിലാക്കാൻ വേണ്ടി അവരെ ഏൽപ്പിച്ചതെന്ന് നമ്മൾ പറഞ്ഞു. 2030 ഇത് നടപ്പിലാക്കണമെന്നാണ് UN പറയുക. അതിൽ സുസ്ഥിര വികസന സൂചികയിൽ 109 സ്ഥാനത്താണ് ഇന്ത്യ. ആകെ പങ്കെടുത്ത 166 രാജ്യങ്ങളാണ്. ഒന്നാം സ്ഥാനത്ത് ഫിൻലൻഡ് തന്നെയാണ്. അടുത്തത് പരിസ്ഥിതി പ്രകടന സൂചികയാണ്. എങ്ങനെയാണ് പരിസ്ഥിതിയുടെ സംരക്ഷണം, ആ വക കാര്യങ്ങൾ. അതിലാകെ പങ്കെടുത്ത 180 രാജ്യങ്ങളാണ്. അതിൽ ഇന്ത്യക്ക് കിട്ടിയത് 176 സ്ഥാനമാണ്. ഒന്നാമതെത്തിയത് എസ്റ്റോണിയ എന്ന രാജ്യമാണ് ഒന്നാമതെത്തിയത്. അടുത്ത ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്, ഇന്ത്യയുടെ റാങ്ക് ചോദിച്ചാൽ 129 ഇന്ത്യയുടെ റാങ്ക്. ഒന്നാം സ്ഥാനം ഐസ്ലാൻഡ്. അടുത്ത ഹങ്കർ ഇൻഡെക്സ്, അതായത് വിശപ്പ് സൂചിക. വിശപ്പ് സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് ചോദിച്ചാൽ 105 ആകെ പങ്കെടുത്തത് 127 രാജ്യങ്ങളാണ്. ഒന്നാം സ്ഥാനത്തെത്തിയത് ചോദിച്ചാൽ ബെലാറസ്. അവസാനത്തെ സൂചിക നമ്മൾ പറഞ്ഞത് മാനവ വികസന സൂചിക. അതിലാകെ പങ്കെടുത്ത 193 രാജ്യങ്ങൾ. അതിൽ 109 സ്ഥാനത്താണ് ഇന്ത്യ. ഒന്നാമതെത്തിയത് സ്വിറ്റ്സർലാൻഡ് ആണെന്നും നമ്മൾ കണ്ടു. അപ്പോൾ ഇതാണ് ഈ ഇടയ്ക്ക് വന്ന ചില പ്രധാനപ്പെട്ട ഇൻഡെക്സുകളും അതിൻ്റെ റിപ്പോർട്ടും. ഇനി അതോടൊപ്പം നമ്മൾ പഠിക്കേണ്ടതൊന്ന് സുസ്ഥിര വികസന സൂചിക. ഈ സുസ്ഥിര വികസന സൂചികയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ റാങ്ക് ചെയ്യുന്നത് നീതി ആയോഗാണ്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും ആര് റാങ്ക് ചെയ്യും? നീതി ആയോഗ് റാങ്ക് ചെയ്യും. അങ്ങനെ നീതി ആയോഗ് റാങ്ക് ചെയ്യുന്നതിൽ നാളിതുവരെ 4 റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. 2018, 2019, പിന്നെ വന്നത് 2020-21 കാലയളവിലേക്കുള്ള ഒരു 3ാമത്തെ റിപ്പോർട്ട്. 4ാമത്തെ റിപ്പോർട്ട് വന്നത് 2023-24 വർഷത്തിലുള്ള ഇന്ത്യയുടെ പ്രകടനമാണ്, ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ പ്രകടനം. അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കി ഈ 4 വർഷവും ഒന്നാം സ്ഥാനം ലഭിച്ചത് കേരളത്തിനാണ്. 2018, 19, 20, അതുപോലെ 23 വന്ന റിപ്പോർട്ട്. ഇതിൽ 4ലും കേരളത്തിന് തന്നെയാണ് ഒന്നാം സ്ഥാനം കിട്ടിയത്. ഇനി ഇപ്പോഴത്തെ 2023-24 പ്രത്യേകത എന്താണ്? ഇത്തവണ 2 സംസ്ഥാനങ്ങൾ ഒന്നാം സ്ഥാനത്തെത്തി. 2 പേര് ഒരേ പോയിന്റ് നേടി ഒന്നാം സ്ഥാനത്തെത്തി. ആ 2 സംസ്ഥാനങ്ങളാണ്, ഒന്ന് നമ്മുടെ കേരളം തന്നെ, ഒന്ന് കേരളം, രണ്ടാമതെത്തിയത് ഉത്തരാഖണ്ഡാണ്. അപ്പോൾ സുസ്ഥിര വികസന സൂചികയിൽ നിലവിൽ 2023-24 റിപ്പോർട്ട് പ്രകാരം ഒന്നാമതുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് കേരളവും ഉത്തരാഖണ്ഡുമാണ്. ഇത് നമ്മൾ സംസ്ഥാനങ്ങൾ പരിഗണിച്ച് പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഒന്നാമതെത്തിയത് ഏത് കേന്ദ്രഭരണ പ്രദേശമാണ്? ചണ്ഡീഗഡാണ് ഒന്നാം സ്ഥാനത്തെത്തിയത്. ചണ്ഡീഗഡ് എന്ന് പറയുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ഒന്നാം സ്ഥാനത്തെത്തിയ കേന്ദ്രഭരണ പ്രദേശം. ഓപ്ഷനിൽ പലപ്പോഴും ഡൽഹി കാണും. അത് കണ്ടുകൊണ്ട് നമുക്കത് എഴുതാനൊരു ടെൻഡൻസി കൂടുതലായിരിക്കും ഡൽഹി കാണുമ്പോൾ. അപ്പോൾ ഡൽഹി അല്ല, ചണ്ഡീഗഡാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കേന്ദ്രഭരണ പ്രദേശം എന്നുകൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. സംസ്ഥാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡും കേരളവുമാണ് ഒന്നാം സ്ഥാനത്ത്. അതേസമയം കേന്ദ്രഭരണ പ്രദേശമാണ് എടുക്കുന്നതെങ്കിൽ അത് ചണ്ഡീഗഡാണെന്ന് നമ്മുടെ മനസ്സിലൊന്ന് ഉറപ്പിക്കുക. ഇനി ഇത്തവണത്തെ ഇന്ത്യയുടെ സ്കോർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 71. സുസ്ഥിര വികസന സൂചിക 100ലാണ് മാർക്ക് ഇടുന്നത്. ഓവറോൾ ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകളെയും പരിഗണിച്ച് വരുമ്പോഴത്തേക്കും ഇന്ത്യയുടെ സ്കോർ എത്രയാണെന്ന് ചോദിച്ചാൽ അത് 71. അതേസമയം കേരളത്തിന്റെ സ്കോർ എത്രയാണെന്ന് ചോദിച്ചാൽ അത് 79. അപ്പോൾ കേരളത്തിനും ഉത്തരാഖണ്ഡിന്റെയും സ്കോർ 79 ആണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അങ്ങനെ വന്നുകൊണ്ടാണ് ഈ നീതി ആയോഗിലേക്ക് വന്ന് ഈ SDG ഇന്ത്യയുടെ ഇപ്പോഴത്തെ SDGയെ കുറിച്ചുകൂടി ഒന്ന് പറഞ്ഞത്. നമുക്കറിയാം നീതി ആയോഗ് എന്ന് പറയുന്നത് പ്ലാനിംഗ് കമ്മീഷന് പകരം വന്നതാണ്. 2015 ജനുവരി 1-നാണ് അത് നിലവിൽ വന്നത്. ഇന്ന് ഇന്ത്യയിലുള്ള മിക്കവാറുമുള്ള എല്ലാ ഇൻഡെക്സുകളും പുറത്തിറക്കുന്നതും നീതി ആയോഗാണെന്ന് നമുക്ക് അറിയാം. 2015 ജനുവരി 1-ന് നിലവിൽ വന്ന ഒരു സംവിധാനമാണ് നീതി ആയോഗ്. അതിൻ്റെ അധ്യക്ഷൻ എപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും. നിലവിലെ വൈസ് ചെയർമാൻ ചോദിച്ചാൽ സുമൻ ബെറിയും, അതേസമയം CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണെന്ന് ചോദിച്ചാൽ അത് BVR സുബ്രഹ്മണ്യവും ആണ്. അപ്പോൾ ഈ ചോദ്യം വ്യക്തമാണെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്? ശരി ഉത്തരം ഉത്തരാഖണ്ഡാണ്. അപ്പോൾ ഉത്തരാഖണ്ഡിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചത്. അപ്പോൾ നമുക്ക് ഈ ഉത്തരാഖണ്ഡുമായി ബന്ധപ്പെട്ട 1-2 വസ്തുതകൾ നമുക്കൊന്ന് പരിഗണിക്കാം. ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനം
നിലവിൽ വന്നത് 2000 നവംബർ 9-നാണ്. 2000 നവംബർ 9. അങ്ങനെയാണെങ്കിൽ 2000-ൽ വന്ന മറ്റ് 2 സംസ്ഥാനങ്ങളെ കൂടെ നമുക്ക് നോക്കിയാലോ. ഒന്ന് ഛത്തീസ്ഗഡ് നിലവിൽ വന്നത് 2000 നവംബർ 1-നാണ്. 2000 നവംബർ 1-നാണ് ഛത്തീസ്ഗഡ് നിലവിൽ വന്നത്. ഞാൻ പറഞ്ഞു നമ്മുടെ ഉത്തരാഖണ്ഡ് വന്നത് 2000 നവംബർ 9-നാണ്. അതേസമയം ജാർഖണ്ഡ് നിലവിൽ വന്നത് ചോദിച്ചാൽ 2000 നവംബർ 15-നാണ്. അപ്പം മധ്യപ്രദേശിനെ വിഭജിച്ച് ഏത് വന്നു? ഛത്തീസ്ഗഡ് വന്നു. അതേസമയം ഉത്തർപ്രദേശ് എന്ന് നമുക്കറിയാം ഹിമാലയ സാനുക്കളിൽ വരുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് ഉത്തർപ്രദേശ്. ആ ഉത്തർപ്രദേശിന്റെ ഏറ്റവും ടോപ്പ് ഭാഗം, അതായത് ആ വരുന്ന ഹിമാലയത്തോട് ഏറ്റവും ക്ലോസ് ആയിട്ട് വരുന്ന ഭാഗത്തിനെ വിഭജിച്ചാണ് ഉത്തരാഖണ്ഡ് വന്നത്. അപ്പോൾ ഉത്തരാഖണ്ഡ് രൂപീകരിച്ച് 2000 നവംബർ 15. അപ്പോൾ UPയെ വിഭജിച്ച് ഉത്തരാഖണ്ഡ്. അതേപോലെ പിന്നെ ഉള്ളത് ബീഹാറിനെ വിഭജിച്ച് വന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ജാർഖണ്ഡാണ്. ജാർഖണ്ഡ് നിലവിൽ വന്നത് 2000 നവംബർ 15-നാണ്. അപ്പോൾ ആ വസ്തുത ഒന്ന് മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഉത്തരാഖണ്ഡുമായി ബന്ധപ്പെട്ട് ഉത്തരാഖണ്ഡിലാണ് സുഖവാസ കേന്ദ്രങ്ങളുള്ളത്. നമുക്കറിയാം മസൂരി ഉള്ളത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ആ മസൂരിയിൽ എന്താണ് പ്രത്യേകത? IAS ട്രെയിനിങ് അക്കാഡമി എന്ന് പറയുന്നത് മസൂരിയിലാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി IAS ട്രെയിനിങ് അക്കാഡമി മസൂരിയിലാണ്. അത് എവിടെയാണെന്ന് ചോദിച്ചാലും ഉത്തരാഖണ്ഡാണ്. ഡൂണുകൾ പ്രസിദ്ധമായ ഡെറാഡൂൺ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഡൂണാണ് ഡെറാഡൂൺ. ആ ഡെറാഡൂൺ എവിടെയാണെന്ന് ചോദിച്ചാലും അത് ഉത്തരാഖണ്ഡിലാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ നൈനിറ്റാൾ എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. അതുപോലെ ഇപ്പം നമ്മൾ ഏറ്റവും വരുന്ന ഒരു കറണ്ട് അഫയർ ഫാക്റ്റ് ആണ് ഒന്ന് UCC, യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുന്ന സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ആണ് ഉത്തരാഖണ്ഡ്. നമുക്കറിയാം ഗോവ എന്ന് പറയുന്ന ഒരു സംസ്ഥാനം 1961 ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. അപ്പോൾ 1961 പോർച്ചുഗീസിന്റെ ഭരണകാലത്ത് തന്നെ എന്തുണ്ട്? യൂണിഫോം സിവിൽ കോഡ് ഗോവയിലുണ്ട്. അതുകൊണ്ട് ആ പ്രശ്നമില്ല. അവിടെ ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചപ്പോഴും അവരുടെ കയ്യിൽ യൂണിഫോം സിവിൽ കോഡ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 2023, 2024 കാലയളവിൽ ഉത്തരാഖണ്ഡ് സർക്കാർ തീരുമാനിച്ചു യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കാം. അങ്ങനെ യൂണിഫോം സിവിൽ കോഡ് പാസ്സാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു സംസ്ഥാനം പ്രമേയം അവതരിപ്പിച്ച് പാസ്സാക്കിയത് ഉത്തരാഖണ്ഡിലാണ്. അപ്പോൾ UCC ആദ്യമായിട്ട് നിലവിൽ വരുന്ന സംസ്ഥാനം സ്വതന്ത്ര ഇന്ത്യയിൽ ചോദിച്ചാൽ അത് ഉത്തരാഖണ്ഡിലാണ്. നമുക്കറിയാം ആർട്ടിക്കിൾ 44 ഭരണഘടനയുടെ ആർട്ടിക്കിൾ 44 DPSP, അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഈ ആർട്ടിക്കിളിൽ പറയുന്നതാണ് യൂണിഫോം സിവിൽ കോഡ് UCC. ഇത് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം കൂടിയാണ് ഉത്തരാഖണ്ഡ്. ഇനി ഈ ആർട്ടിക്കിൾ 44 എന്ന് പറയുമ്പോൾ അത് ഏത് പാർട്ടിൽ വരും? പാർട്ട് 4-ൽ വരും. പാർട്ട് 4 നമുക്കറിയാലോ, രാഷ്ട്ര നിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി 36 മുതൽ 51 വരെയുള്ള ഏത് ആർട്ടിക്കിൾ ചോദിച്ചാലും ഇത് DPSPയിൽ വരും. ഇൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ അയർലൻഡിൽ നിന്നാണ്. അയർലൻഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് കടമെടുത്തതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ 36 മുതൽ 51 അതിൽ വരുന്നതാണ് 44 യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. നിലവിലെ ഉത്തരാഖണ്ഡിന്റെ മുഖ്യമന്ത്രിയാണ് പുഷ്കർ സിംഗ് ധാമിയാണ് നിലവിലെ ഉത്തരാഖണ്ഡിന്റെ മുഖ്യമന്ത്രി. അതോടൊപ്പം ഇപ്പോൾ ഉള്ള ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫയർ ഫാക്റ്റ് ആണ് 38ാമത്തെ നാഷണൽ ഗെയിംസ്, ദേശീയ ഗെയിംസിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചാലും അത് ഉത്തരാഖണ്ഡിലാണ്. അതിന്റെ ഭാഗ്യചിഹ്നമാണ് മൗലി എന്നും പറയുന്നുണ്ട്, ഓർ മൗലി, ഇത് ഏത് വേണമെങ്കിലും ആവാം. ഇത് അതിന്റെ ഭാഗ്യചിഹ്നമാണ്. മൗലി എന്ന് പറയുന്നത് ഇത്തവണത്തെ 2025 നടക്കുന്ന ദേശീയ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നമാണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. നടക്കുന്നത് ഉത്തരാഖണ്ഡിലാണ്. അങ്ങനെയാണെങ്കിൽ 37ാമത്തെ ദേശീയ ഗെയിംസ് നടന്നത് ഗോവയിലാണ്. 2024 37ാമത്തെ ദേശീയ ഗെയിംസ് നടന്നത് ഗോവയിലാണ്. 38 നടക്കുന്നത് ഉത്തരാഖണ്ഡിലാണ്. അതിന്റെ ഭാഗ്യചിഹ്നമാണ് മൗലി അല്ലെങ്കിൽ മൗളി എന്ന് പറയുന്നതെന്ന് കൂടി ഒന്ന് ഓർത്ത് വയ്ക്കും. നമ്മൾ പറഞ്ഞത് 38ാമത്തെ ദേശീയ ഗെയിംസ് നടക്കുന്നത് ഉത്തരാഖണ്ഡിലാണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. 2025. അതുപോലെ കഴിഞ്ഞ വർഷം ഉണ്ടായ ഒരു ദുരന്തമാണ് 2023 ഉണ്ടായത് സിൽക്കിയാര തുരങ്കം എവിടെയാണെന്നൊരു ചോദ്യം വന്നാലും അത് ഉത്തരാഖണ്ഡിലാണ്. അവിടെയാണ് കുറച്ച് തൊഴിലാളികൾ അകപ്പെട്ടു പോയതും പിന്നീട് അവരെ രക്ഷിച്ചതുപോലെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ സിൽക്കിയാര തുരങ്കം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തരാഖണ്ഡിലാണ്. അന്ന് നമ്മൾ നടത്തിയൊരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സുരംഗ് അല്ലെങ്കിൽ ഓപ്പറേഷൻ തുരങ്ക്, ആ രീതിയിലൊക്കെ പറയുന്നത് എന്നുകൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇന്നത്തെ മൂന്നാമത്തെ ചോദ്യം, നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണ്?
2023 സെപ്റ്റംബർ 28. ഇത് നമ്മൾ മുൻ ക്ലാസ്സിൽ കണ്ടിട്ടുള്ളത് തന്നെയാണ്. 2023 സെപ്റ്റംബർ 19 ഈ ബില്ല് ലോകസഭയിൽ അവതരിപ്പിക്കുന്നത്. 2023 സെപ്റ്റംബർ 20 ലോക്സഭ പാസ്സാക്കുന്നു. 2023 സെപ്റ്റംബർ 21 രാജ്യസഭ പാസ്സാക്കുന്നു. 2023 സെപ്റ്റംബർ 28 രാഷ്ട്രപതി ഈ ബില്ലിന് അംഗീകാരം നൽകുന്നു. ഇനി നിലവിൽ വന്നോന്ന് ചോദിച്ചാൽ നിലവിൽ വന്നിട്ടില്ല. അത് മണ്ഡല പുനർനിർണയം നടന്നതിന് ശേഷമേ ഈ ബില്ല് നിലവിൽ വരുള്ളൂ എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട മുഴുവനായിട്ടുള്ള ക്ലാസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ബില്ല് ലോകസഭ അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അർജുൻ റാം മേഘ്വാൾ ആണ്. അർജുൻ റാം മേഘ്വാൾ. അപ്പോൾ ഈ ചോദ്യം വ്യക്തമാണെന്ന് വിശ്വസിക്കുന്നു. 4ാമത്തെ ചോദ്യം, അയ്യങ്കാളി നഗല തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയായാണ് വർദ്ധിപ്പിച്ചത്? ഇത് 2023 ഒരു കണക്ക് പ്രകാരമാണ് അവർ ചോദിച്ചത്. അത് 22 രൂപയാണ് വർദ്ധിപ്പിച്ചത്. നമുക്കറിയാം ആദ്യം 311 രൂപയാണ് ഉണ്ടായിരുന്നത്. 311 രൂപ ഉണ്ടായിരുന്നത് 22 രൂപ കൂടെ കൂട്ടി 333 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. എന്നാൽ കഴിഞ്ഞ വർഷം 2024 13 രൂപ കൂടി കൂട്ടി 346 രൂപയാണ് നിലവിലെ നിരക്കെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചോദ്യപ്രകാരം ചോദിച്ചത് 22 എന്നാൽ ഇപ്പോൾ 2024 വർദ്ധിപ്പിച്ചത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 13 രൂപയാണ് വർദ്ധിപ്പിച്ചത്. അപ്പോൾ ഇനിയൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ 13 രൂപയാണ് വർദ്ധിപ്പിച്ചതെന്ന് മനസ്സിലാക്കുക. നിലവിലെ നിരക്കെന്ന് പറയുന്നത് 346 രൂപയാണ്. 22 രൂപ വർദ്ധിപ്പിച്ചത് 2023 13 രൂപ വർദ്ധിപ്പിച്ചത് 2024 അപ്പോൾ ഇതും നമ്മൾ ഇതിന് മുമ്പുള്ള ഒരു സെഷനിൽ കണ്ടിട്ടുള്ളത് കൊണ്ട് സ്കിപ്പ് ചെയ്യുകയാണ്. അടുത്ത ചോദ്യം, 2024 തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? 2024 തണ്ണീർത്തട ദിനം. നമുക്കറിയാം തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനം. 1971 ഫെബ്രുവരി 2 റംസാർ ഉടമ്പടിയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ തണ്ണീർത്തട ദിനം ആചരിക്കുന്നത്. അപ്പോൾ ഇത്തവണ അവർ ചോദിച്ചത് തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും എന്താണ് തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം 2024? ഫെബ്രുവരി 2 റംസാർ ഉടമ്പടി ഒപ്പിട്ടത്. അതേപോലെ കേരളത്തിൽ നിന്ന് റംസാർ സൈറ്റിൽ ഇടം നേടിയ 3 എണ്ണമാണ്. നമുക്കറിയാം വേമ്പനാട് കായൽ, അഷ്ടമുടി കായൽ, ശാസ്താംകോട്ട കായൽ. ഇത് 3 റംസാർ സൈറ്റിൽ ഇടം നേടിയ കേരളത്തിലെ കായലുകളാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വസ്തുത കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. അതേപോലെ ഇന്ത്യയിൽ നിന്ന് റംസാർ സൈറ്റിൽ ആകെ ഇടം നേടിയത് എത്രയാണെന്ന് ചോദിച്ചാൽ 85 സൈറ്റുകളാണ്. ഇന്ത്യയിൽ നിന്ന് ആകെ ഇടം നേടിയത് 85 സൈറ്റുകളാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 3 എണ്ണമാണ് ഇടം നേടിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. നഞ്ചരായൻ പക്ഷി സങ്കേതം, കഴുവേലി പക്ഷി സങ്കേതം, അതുപോലെ തവ റിസർവോയർ. നഞ്ചരായൻ പക്ഷി സങ്കേതം, കഴുവേലി പക്ഷി സങ്കേതം. ഇത് രണ്ടും തമിഴ്നാട്ടിലാണ്. അതേസമയം തവ റിസർവോയർ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മധ്യപ്രദേശിലാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി അടുത്ത് അപ്പോൾ നമ്മൾ കണ്ടത് തണ്ണീർത്തടവുമായിട്ട് ബന്ധപ്പെട്ട പ്രമേയമാണ് ചോദിച്ചത്. ഇതേപോലെ ഇതേ ചോദ്യപേപ്പറിൽ തന്നെ അടുത്തൊരു ചോദ്യം അവർ ചോദിച്ചിട്ടുണ്ട്. ലോക ആരോഗ്യ ദിനം 2024 പ്രമേയം എന്താണ്? നമുക്കറിയാം ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനം. എന്തുകൊണ്ടാണ് ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത്? അതിൻ്റെ കാരണം 1948 ഏപ്രിൽ 7 ലോക ആരോഗ്യ സംഘടന 1948 ഏപ്രിൽ 7 ലോക ആരോഗ്യ സംഘടന നിലവിൽ വന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏപ്രിൽ 7 ലോകാരോഗ്യ സംഘടന നിലവിൽ വന്നതുകൊണ്ടാണ് ഏപ്രിൽ 7 എന്ന് പറയുന്നത് ലോക ആരോഗ്യ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഇനി ഇത്തവണത്തെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നതാണ്. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നതാണ് ഏപ്രിൽ 7 പ്രമേയം. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് മറ്റ് ചില ദിവസങ്ങളുടെ പ്രമേയം കൂടി നോക്കാം. ജനുവരി 25 എന്താണ് ദിവസം? ജനുവരി 25 എന്ന് പറയുന്നത് വോട്ടേഴ്സ് ദിനമാണ്. ഇത്തവണത്തെ 2024 വോട്ടേഴ്സ് ദിനത്തിൻ്റെ പ്രമേയം ഇതായിരുന്നു: വോട്ട് ചെയ്യുന്നതിനേക്കാൾ മഹത്തരം മറ്റൊന്നില്ല. വോട്ട് ചെയ്യുന്നതിനേക്കാൾ മഹത്തരം മറ്റൊന്നില്ല, ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും. അപ്പോൾ ഇനി ജനുവരി 25 വോട്ടേഴ്സ് ദിനം ആവാൻ കാരണം എന്താണ്? 1950 ജനുവരി 25 ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഫെബ്രുവരി 2 വരുമ്പോഴത്തേക്കും തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം നമ്മൾ പഠിച്ചു, തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. അതേസമയം ഫെബ്രുവരി 4 ക്യാൻസർ ദിനത്തിൻ്റെ പ്രമേയം ക്ലോസ് ദ കെയർ ഗ്യാപ്പ് എന്നതാണ്. ക്ലോസ് ദി കെയർ ഗ്യാപ്പ് 2024. അതേസമയം 2024 ഫെബ്രുവരി 28 പ്രത്യേകത എന്താണ്? ദേശീയ ശാസ്ത്ര ദിനമാണ്. ആ ദിവസത്തെ പ്രമേയം എന്ന് പറയുന്നത്
വികസിത ഭാരതത്തിനായി ശാസ്ത്ര മേഖലയുടെ സംഭാവന എന്നതാണ്. വികസിത ഭാരതത്തിനായി ശാസ്ത്ര മേഖലയുടെ സംഭാവന ഫെബ്രുവരി 28 പ്രമേയമാണ്. അതേസമയം ഇനി മാർച്ച് 15 നമ്മൾ വരുമ്പോൾ നമുക്കറിയാം മാർച്ച് 15 എന്ന് പറയുന്നത് ലോക ഉപഭോക്തൃ ദിനമാണ്. ഇത്തവണത്തെ പ്രമേയം എന്ന് പറയുന്നത് ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ AI ഫോർ കൺസ്യൂമേഴ്സ്. അതായത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് കൺസ്യൂമേഴ്സിന് വേണ്ടിയുള്ള അവകാശങ്ങളെ കുറിച്ച് പറയുന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ AI ഫോർ കൺസ്യൂമേഴ്സ് എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഈ സെഷനിൽ പറഞ്ഞു വരിക. തീം നമുക്കറിയാം, ഒരുപാട് തീമുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ പഠിക്കുന്നതിനേക്കാളും ഏറ്റവും ചോദിക്കാൻ സാധ്യതയുള്ളത് പഠിച്ച് കൂടുതൽ മാർക്ക് നേടുക. പിന്നെ കൂടുതൽ ഇതിൻ്റെ തീം ഒരു സെഷനായിട്ട് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ശ്രമിക്കാവുന്നതാണ്. അപ്പോൾ ഇനി എയ്ഡ്സ് ദിനത്തിലേക്ക് വരാം. എയ്ഡ്സ് ദിനത്തിൻ്റെ പ്രമേയം നമുക്കറിയാം ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം. അതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ശരിയായ പാത സ്വീകരിക്കുക. ശരിയായ പാത സ്വീകരിക്കുക, എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നതാണ്. ശരിയായ പാത സ്വീകരിക്കുക, എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നതാണ്. അപ്പോൾ ഇനി ഡിസംബർ 10 നമുക്കറിയാം മനുഷ്യാവകാശ ദിനമാണ് ഡിസംബർ 10. ഇത്തവണത്തെ പ്രമേയമാണ് അവർ റൈറ്റ്സ്. അവർ റൈറ്റ്സ് അവർ ഫ്യൂച്ചർ. റൈറ്റ് നൗ. അവർ റൈറ്റ്സ്. അവർ റൈറ്റ്സ് അവർ ഫ്യൂച്ചർ. നമ്മുടെ അവകാശങ്ങളാണ് നമ്മുടെ ഭാവി. റൈറ്റ് നൗ. ഇപ്പോൾ തന്നെ അതിനുള്ള ശ്രമം നടത്തുക. ഇപ്പോൾ തന്നെ അവകാശങ്ങൾ നേടാനുള്ള ശ്രമം നടത്തുക. അവർ റൈറ്റ്സ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ. ഇതാണ് ഡിസംബർ 10 പ്രമേയം. മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രമേയം ഒന്നുകൂടി ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഈ പ്രമേയമായിട്ട് ബന്ധപ്പെട്ടത് തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ചേർക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാവുന്നതാണ്. എങ്കിലും കൂടുതൽ ഇനി ആവശ്യമുണ്ട്, മുഴുവൻ വേണം, ജനുവരി മുതൽ ഡിസംബർ വരെ ഉള്ളത് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെഷൻ ഒന്ന് ചെയ്യാം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ റോക്കറ്റ് വിമൺ എന്നറിയപ്പെടുന്നത് ആരാണ്? ഋതു കരുതാളാണ്. ഇന്ത്യയുടെ റോക്കറ്റ് വിമൺ എന്നറിയപ്പെടുന്നത് ഋതു കരുതാളാണ്. ISR ഒരു സയന്റിസ്റ്റ് ആണ് ഋതു കരുതാൾ എന്ന് നമുക്ക് അറിയാം. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് റോക്കറ്റ് മാൻ ആരാണ്? റോക്കറ്റ് മാൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ K ശിവനാണ്. ISRയുടെ മുൻ ചെയർമാൻ. ISRയുടെ 9ാമത്തെ ചെയർമാനാണ് ഡോക്ടർ K ശിവൻ. അതേസമയം ISRയുടെ 10ാമത്തെ ചെയർമാൻ ആയിരുന്നു ഡോക്ടർ S സോമനാഥ്. അങ്ങനെയാണെങ്കിൽ 11ാമത്തെ ചെയർമാനും നിലവിലെ ചെയർമാനും ചോദിച്ചു കഴിഞ്ഞാൽ V നാരായണൻ ആണ്. V നാരായണൻ. അങ്ങനെയാണെങ്കിൽ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. അതേസമയം മിസൈൽ വിമൺ ഓഫ് ഇന്ത്യ ചോദിച്ചു കഴിഞ്ഞാൽ ടെസ്സി തോമസ് ആണ്. മിസൈൽ വിമൺ ഓഫ് ഇന്ത്യ ചോദിച്ചു കഴിഞ്ഞാൽ ടെസ്സി തോമസ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ട ഒരു ചോദ്യമാണ് ഇത്. ഇന്ത്യയുടെ ക്രയോജനിക് മനുഷ്യൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ ക്രയോജനിക് സാങ്കേതിക വിദ്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണെന്ന് കമൻറ്റ് ചെയ്യുക. ഇന്ത്യയുടെ ക്രയോജനിക് മാൻ ഓഫ് ഇന്ത്യ ആരാണെന്ന് കമൻറ്റ് ചെയ്ത് വയ്ക്കുക. നമുക്കത് നോക്കാവുന്നതാണ്. അപ്പോൾ ആ ചോദ്യം ഇവിടെ വെച്ച് നിർത്തുകയാണ്. റോക്കറ്റ് വിമണുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് 4 പേരെ കൂടി ഒന്ന് ഓർമ്മിച്ചു. അപ്പം നമ്മൾ ഈ ഇടയ്ക്ക് ന്യൂസിൽ കണ്ട ഒരു വാർത്ത ആയതുകൊണ്ടാണ് നിങ്ങളോട് അത് കമൻറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടത്. ഇന്ത്യയുടെ ക്രയോജനിക് മാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അതായത് നമുക്കറിയാം ISROയുടെ ദൗത്യങ്ങളിൽ സോളിഡ് ഇന്ധനമുണ്ട്, ലിക്വിഡ് ഇന്ധനമുണ്ട്. അതേപോലെ ഉപയോഗിക്കുന്ന ഒരു ഇന്ധനമാണ് ക്രയോജനിക് ഇന്ധനം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി അടുത്ത ചോദ്യം, 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്കാണ്? 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ്. പ്രഭാവർമ്മയ്ക്കാണ് 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഇനി അദ്ദേഹത്തിൻ്റെ ഏത് കൃതിക്കാണ് സരസ്വതി സമ്മാൻ ലഭിച്ചതെന്ന് ചോദിച്ചാൽ രൗദ്ര സാത്വികം. രൗദ്ര സാത്വികം എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് സരസ്വതി സമ്മാൻ ലഭിച്ചതെന്ന് കൂടി മനസ്സിലാക്കുക. ഇനി അദ്ദേഹത്തിൻ്റെ മറ്റ് ചില കൃതികളാണ്. ഒന്ന് ശ്യാമമാധവം. ശ്യാമമാധവം പ്രഭാവർമ്മയുടേതാണ്. അതുപോലെ കനൽ ചിലമ്പ് പ്രഭാവർമ്മ. ആർദ്രം പ്രഭാവർമ്മയുടെ കൃതിയാണ്. ഇനി നമുക്ക് സരസ്വതി സമ്മാൻ നൽകി തുടങ്ങിയത് 1991 നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ സരസ്വതി സമ്മാനുമായിട്ട് ബന്ധപ്പെട്ട് നേടിയ മലയാളികൾ ആരൊക്കെയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് മലയാളത്തിന് ലഭിക്കുന്നത് 1995 അപ്പോൾ 1995 മലയാളത്തിന് ആദ്യമായിട്ട് ലഭിക്കുന്നത്.
അപ്പോൾ 1995 മലയാളത്തിന് ആദ്യമായിട്ട് ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ ബാലാമണി അമ്മയ്ക്കാണ്. ബാലാമണി അമ്മ. കൃതി ചോദിച്ചാൽ നിവേദ്യം. ബാലാമണി അമ്മയുടെ നിവേദ്യം എന്ന കൃതിക്കാണ് ആദ്യമായിട്ട് മലയാളത്തിന് ലഭിക്കുന്നത്. പിന്നെ 10 വർഷം കഴിഞ്ഞ് 1995 കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ് 2005 ആദ്യമായിട്ട് ലഭിച്ചത്, രണ്ടാമത് ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കെ അയ്യപ്പ പണിക്കർക്കാണ്. 2005 ലഭിച്ചത് കെ അയ്യപ്പ പണിക്കർ. കൃതി ചോദിച്ചാൽ അയ്യപ്പ പണിക്കരുടെ തിരഞ്ഞെടുത്ത കവിതകൾ. അയ്യപ്പ പണിക്കരുടെ തിരഞ്ഞെടുത്ത കവിതകൾ എന്ന കൃതിക്കാണ് ലഭിച്ചത്. അദ്ദേഹത്തിന്റെ കുറെ കവിതകളുടെ കളക്ഷനാണ് ലഭിച്ചതെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. 2005 അയ്യപ്പ പണിക്കർ. ഇനി മൂന്നാമത് മലയാളത്തിന് ലഭിച്ചത് 2012 സുഗതകുമാരി. സുഗതകുമാരിയുടെ മണലെഴുത്ത് എന്ന കൃതി. സുഗതകുമാരി മണലെഴുത്ത് എന്ന കൃതി 2012. അതേസമയം അവസാനമായിട്ട് ലഭിച്ചത് 2023 പ്രഭാവർമ്മയുടെ രൗദ്ര സാത്വികം എന്ന കൃതി. 2023 പ്രഭാവർമ്മ രൗദ്ര സാത്വികം എന്ന കൃതി. അപ്പോൾ അതും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം, 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഏതാണ്? ശരി ഉത്തരം ഹിമപ്പുലി. ഹിമപ്പുലിയാണ് 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം. അങ്ങനെയാണെങ്കിൽ 2024 വിന്റർ ഒളിമ്പിക്സിന്റെ വേദി എവിടെയായിരുന്നു ചോദിച്ചാൽ അത് കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലായിരുന്നു. അപ്പോൾ ലഡാക്കിലായിരുന്നു ഒന്നാമത്തെ ഘട്ട വേദി. 2 ഘട്ടമായിട്ടാണ് ഈ മത്സരങ്ങൾ നടത്തിയത്. ആദ്യ ഘട്ടത്തിന്റെ വേദി എന്ന് പറഞ്ഞാൽ ലഡാക്കും, രണ്ടാം ഘട്ടത്തിന്റെ വേദി എന്ന് പറഞ്ഞാൽ ജമ്മു കാശ്മീരിലുമായിരുന്നു. അപ്പോൾ വിന്റർ ഒളിമ്പിക്സ്, വിന്റർ ഗെയിംസിന്റെ വേദി, ഇന്ത്യയിൽ നടന്ന വിന്റർ ഗെയിംസിന്റെ വേദി എവിടെയൊക്കെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലഡാക്കിലും ജമ്മു കാശ്മീരിലുമായിട്ടായിരുന്നു നടന്നത്. ഇനി ഇതിൽ വിജയിച്ച ടീം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ആർമി ടീമാണ്. ഇന്ത്യൻ ആർമിയുടെ ടീമാണ് വിജയിച്ചതെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞത് 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് വേദി ചോദിച്ചു കഴിഞ്ഞാൽ ലഡാക്കും ജമ്മു കാശ്മീരും, വിജയിച്ചത് ചോദിച്ചാൽ ഇന്ത്യൻ ആർമിയാണ്. അതേപോലെ അതിൻ്റെ ഭാഗ്യചിഹ്നം ചോദിച്ചാൽ ഹിമപ്പുലിയാണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഹിമപ്പുലിയാണ് അതിൻ്റെ ഭാഗ്യചിഹ്നം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല ചോദിച്ചു കഴിഞ്ഞാൽ CISFനാണ്. CISF സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ആണ് CISF. അതിന്റെ നിലവിലെ ഡയറക്ടർ ജനറൽ ചോദിച്ചു കഴിഞ്ഞാൽ രജ്വീന്ദർ സിംഗ് ഭട്ട്. രജ്വീന്ദർ സിംഗ് ഭട്ട്. അതേസമയം ഇതിന് മുമ്പ് ഒരു കറണ്ട് അഫയർ ഫാക്ട് ഉണ്ടായിരുന്നു. CISFന്റെ ഡയറക്ടർ ജനറലായ ആദ്യ വനിത ആരെന്ന് ചോദിച്ചാൽ അത് നീന സിംഗ് ആണ്. നീന സിംഗ്. അതും PSC ചോദിച്ചൊരു ചോദ്യമാണ്. നീന സിംഗ് CISFന്റെ ഡയറക്ടർ ജനറലായ ആദ്യ വനിതയായിരുന്നു നീന സിംഗ്. ഇത് 30ാമത്തെ വ്യക്തിയായിരുന്നു നീന സിംഗ്. അതേസമയം ഇപ്പോഴത്തെ വ്യക്തി 31ാമത്തെ ആളാണ് രജ്വീന്ദർ സിംഗ് ഭട്ട് എന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ പുതിയ പാർലമെന്റ് മന്ദിരം നമുക്കറിയാം. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ പേരാണ് സൻസദ് ഭവൻ. അപ്പോൾ അവിടെ ചെറിയൊരു ആക്രമണം ഉണ്ടായി, ഒരു സംഘർഷം പോലെ. അപ്പോൾ പാർലമെന്റിനകത്ത്, അതുകൊണ്ടാണ് സുരക്ഷാ ചുമതല CISFനെ ഏൽപ്പിച്ചത്. അപ്പോൾ CISFന്റെ നിലവിലെ ഡയറക്ടർ ജനറലാണ് രജ്വീന്ദർ സിംഗ് ഭട്ട് എന്നൂടി ഓർക്കുക. നീന സിംഗ് ആണ് നമുക്ക് കുറച്ചുകൂടെ പ്രാധാന്യം തോന്നുന്നു, കാരണം CISFന്റെ ആദ്യത്തെ വനിതാ ഡയറക്ടർ ജനറലാണ് നീന സിംഗ്. ഇനി പുതിയ പാർലമെന്റിന്റെ പേരാണ് സൻസദ് ഭവൻ എന്ന് നമുക്കറിയാം. പഴയ പാർലമെന്റിന്റെ പേരാണ് സംവിധാൻ സദൻ. അതേസമയം പുതിയ പാർലമെന്റിന്റെ പേരാണ് സൻസദ് ഭവൻ. സൻസദ് ഭവൻ എന്നുകൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കും, നല്ലതായിരിക്കും. പുതിയ പാർലമെന്റിന്റെ രൂപകൽപ്പന ചെയ്തത് ചോദിച്ചു കഴിഞ്ഞാൽ ബിമൽ ഹസ്മുഖ് പട്ടേലാണ്. ബിമൽ ഹസ്മുഖ് പട്ടേലാണെന്നും നമ്മൾ കണ്ടിട്ടുണ്ട്. അടുത്ത ചോദ്യം കമ്മീഷനുകളുമായി ബന്ധപ്പെട്ട 2 ചോദ്യമാണ്. ഒന്ന്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനാണ് ജസ്റ്റിസ് രാമസുബ്രഹ്മണ്യം. ഈ ഇടയ്ക്ക് നിയമിതനായ വ്യക്തിയാണ് അദ്ദേഹം. ജസ്റ്റിസ് രാമസുബ്രഹ്മണ്യമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ. അപ്പോൾ നമുക്കറിയാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് എത്ര അംഗങ്ങളുള്ളതാണ്? ഒരു ചെയർമാനും 5 അംഗങ്ങളുള്ളതാണ്. ഒരു ചെയർമാനും 5 അംഗങ്ങളും ചേർന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. അതോടൊപ്പം 7 പാർട്ട് ടൈം അംഗങ്ങൾ കൂടെ ഉണ്ട്. ഒരു ചെയർമാൻ പ്ലസ് 5 അംഗങ്ങൾ കൂടാതെ 7 പാർട്ട് ടൈം അല്ലെങ്കിൽ എക്സ് ഒഫീഷ്യോ അംഗങ്ങളുണ്ട്. എക്സ് ഒഫീഷ്യോ അംഗങ്ങളുണ്ട് 7 പേര്. എന്താണ് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്ന് പറയുന്നത്? ഒരു പദവിയിൽ ഇരുന്നു കൊണ്ട് മറ്റൊരു സ്ഥാനം കൂടി ലഭിക്കുന്നതിനാണ് നമ്മൾ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്ന് പറയുക. അപ്പോൾ
സ്ഥിരമായിട്ടുള്ളവർ ചോദിച്ചു കഴിഞ്ഞാൽ 6 പേരാണ്. ഒരു ചെയർമാൻ പ്ലസ് 5 അംഗങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. അതോടൊപ്പം 7 പേരെ എക്സ് ഒഫിഷ്യോ അംഗങ്ങളായിട്ട് കൂടി ചേർത്തിട്ടുണ്ടെന്ന് കൂടി മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ അധ്യക്ഷനാണ് ജസ്റ്റിസ് രാമസുബ്രഹ്മണ്യമാണ് നിലവിലെ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ. നമുക്കറിയാം 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് കാലാവധി. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് ഏതാണോ ആദ്യം എത്തുന്നത് അതാണ് കാലാവധി നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി ആര് നിയമിക്കുമെന്ന് ചോദിച്ചാൽ രാഷ്ട്രപതിയാണ് നിയമിക്കുക. കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രപതിയാണ് നിയമിക്കുക. അതേസമയം നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. ഇനി റിപ്പോർട്ട് ആർക്ക് സമർപ്പിക്കും എന്നാണ് ചോദ്യമെങ്കിൽ അത് കേന്ദ്ര സർക്കാരിനാണ്. റിപ്പോർട്ട് നൽകുന്നത് കേന്ദ്ര സർക്കാരിനാണ്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണോ ഭരണഘടനാ ഇതര സ്ഥാപനമാണോ? അങ്ങനെയാണ് ചോദ്യമെങ്കിൽ അതൊരു ഭരണഘടനാ ഇതര സ്ഥാപനമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. കാരണം എന്താ? പാർലമെന്റിന്റെ ഒരു നിയമപ്രകാരമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത്. ഇതിന് ഭരണഘടനയുമായിട്ട് യാതൊരു നിർവചനവും ഇല്ല. അതുകൊണ്ടാണ് ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ലെങ്കിൽ ഭരണഘടനാ ഇതര സ്ഥാപനമെന്ന് നാം പറയുന്നതെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അവസാനത്തെ ചോദ്യം, കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ ആരാണ്? ശരിയുത്തരം BS മാവോജിയാണ്. കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ഇവിടെ ഒറ്റ കമ്മീഷനുള്ളൂ. പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും വേണ്ടി കേരളത്തിൽ ഒറ്റ കമ്മീഷനാണ്. 2007 അത് നിലവിൽ വന്നത്. BS മാവോജിയാണ് നിലവിലെ അധ്യക്ഷൻ. അതേസമയം കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ PK ശിവാനന്ദൻ. ഇനി നിയമിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംസ്ഥാന സർക്കാരാണ്. കാലാവധി 3 വർഷമാണ്. അംഗങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെയർമാനും 2 മെമ്പറും. അംഗങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെയർമാനും 2 അംഗങ്ങളാണുള്ളത്. ഇത് കൂടാതെ ഒരു മെമ്പർ സെക്രട്ടറി കൂടി ഉണ്ടാവും. ഒരു ചെയർമാൻ, 2 അംഗങ്ങൾ, ഒരു മെമ്പർ സെക്രട്ടറി. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കോമ്പോസിഷൻ എന്ന് മനസ്സിലാക്കുക. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. കേരള സർക്കാർ നിർമ്മിച്ച ഒരു നിയമപ്രകാരം രൂപീകരിച്ചാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കേരള SC or ST കമ്മീഷൻ എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം അയ്യങ്കാളി ഭവൻ. തിരുവനന്തപുരത്തെ മഹാത്മാ അയ്യങ്കാളി ഭവനാണ് ആസ്ഥാനം എന്നുകൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ചോദ്യം ഇതായിരുന്നു, നിലവിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അധ്യക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് മാവോജി BS ആണ്. ഡോക്ടർ മാവോജി BS ആണ് നിലവിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് മനസ്സിലാക്കുക. ആദ്യത്തെ ഡോക്ടർ PK ശിവാനന്ദൻ ആയിരുന്നു. ഡോക്ടർ PK ശിവാനന്ദൻ. അപ്പോൾ ഇത്രയാണ് ഇതിനകത്തുണ്ടായിരുന്ന ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും. എല്ലാം വ്യക്തമാണെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.